തെലങ്കാനയിലെ മുലുഗു ജില്ലയിലെ വ്യത്യസ്തമായ ഒരു ട്രൈബൽ ക്ഷേത്രമാണ് മെദാരം. ഒരു ചെറിയ വനഗ്രാമം. ദണ്ഡകാരണ്യത്തിലെ ഏറ്റൂർ നഗരം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് മെദാരം. 2 കൊല്ലത്തിലൊരിക്കൽ ഫെബ്രുവരിയിൽ മാഘപൗർണമിയിൽ തുടങ്ങി 4 ദിവസം നീളുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സമ്മക്ക സാരക്ക ജതറ എന്ന വലിയ ഉത്സവം ഇവിടെയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഗോത്ര ഉത്സവമാണിത്. വേദവും ബ്രാഹ്മണരും ഇല്ലാത്ത ട്രൈബൽ ക്ഷേത്രം. സമ്മക്കയും മകൾ സാരക്കയുമാണ് പ്രതിഷ്ഠ. കാകതീയ രാജാക്കന്മാർക്കെതിരെ പോരാടി കാടിനെയും കാട്ടുമക്കളെയും സംരക്ഷിച്ച 2 ആദിവാസി സ്ത്രീകളാണിവർ. മേൽക്കൂരകളില്ലാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയെന്ന് പറയാൻ യാഥാസ്ഥിതിക വിഗ്രഹങ്ങളില്ല. പകരം മരത്തിൽ നിർമ്മിച്ച് അലങ്കരിച്ച് തൂണുകൾ പോലെയൊന്നാണ്. ഇരുവരുടെയും ഭർത്താക്കന്മാർക്കും ക്ഷേത്രവളപ്പിൽ ഉപദൈവങ്ങളായി ഇടം കൊടുത്തിട്ടുണ്ട്. ഉത്സവത്തിന്റെ ആചാരക്രമങ്ങളെല്ലാം ചെയ്യുന്നത് കോയ ഗോത്രമാണ്. സമ്മക്കയുടെയും സാരക്കയുടെയും ആത്മബലിയുടെ ഗോത്ര ഓർമ്മയാണ് ജതറ. ജൈവികമായ പ്രകൃതിയിലൂന്നിയ ഒരു ഗോത്ര പാരമ്പര്യ ദൈവവും ക്ഷേത്രവും ഭക്തരും. സന്ദർശകരിൽ നിരവധി ട്രാൻസ്ജെൻഡറുകളുമുണ്ട്. വെല്ലവും മഞ്ഞളുമാണ് പ്രസാദം. ആടിനെയും കോഴിയെയും ബലി കൊടുക്കുന്ന മദ്യവും ചോരയും ഒഴുകുന്ന പൂജാവിധികൾ. గోవింద మహారాజే చిన్నయలు నీ పాద పాదన గురుమంతర కయ్య పదివేల తమ్ముడా పోతు రాజా పదివేల శరణు అమలగన్న అమ్మ ఇంద్రకీలాది రంగు అమ్మ దుర్గమ్మ 10,000 శరణు മെദാരത്തെ നദിയായ ജമ്പണ്ണ വാഗുവിന്റെ കടവുകളെല്ലാം തീർത്ഥാടകരെ കൊണ്ട് നിറയും. നദിയിൽ മുങ്ങി നിവരുന്നത് മറ്റൊരു ഗോത്രസ്മൃതിയുടെ ഓർമ്മപ്പെടുത്തലാണ്. സമ്മക്കയുടെ മകനായ ജമ്പണ്ണ കാകതീയ സൈന്യവുമായുള്ള യുദ്ധത്തിൽ ഇതേ നദിയിൽ വെച്ച് കൊല്ലപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് നദിക്ക് ഈ പേര് വന്നത്. കേരളം വിട്ട ശേഷം കമ്മ്യൂണിസ്റ്റ് അടയാളം അപൂർവമായി കണ്ട ഒരിടം കൂടിയാണ് മെദാരം. ഭരണ തമ്പുരാക്കന്മാർക്കെതിരെ നീതിക്കായി പോരാടിയ അടിയാന്മാരുടെ നാട്ടിലല്ലെങ്കിൽ മറ്റെവിടെയാണത് കാണാനാവുക? ശരിക്കും ലാൽസലാം, രക്തച്ചുവപ്പ്.